ജൂലൈ മാസം ആഗോള കത്തോലിക്ക സഭ യേശുവിൻ്റെ തിരുരക്തത്തോടുള്ള ഭക്തിക്ക് പ്രാധാന്യം നൽകി വരുന്ന ഒരു മാസമാണ്. സാത്താനും അശുദ്ധാത്മാക്കൾക്കും എതിരെയുള്ള ആത്യന്തികമായ ആയുധമാണ് തിരുരക്തത്തോടുള്ള ഭക്തി. ഈ ജൂലൈ മാസം പറ്റുന്നവരൊക്കെ ഈശോയുടെ തിരുരക്ത ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഒത്തിരി അനുഗ്രഹപ്രദമാണ്. നമുക്ക് ആദ്യം ഈശോയുടെ തിരുരക്ത ജപമാല ഭക്തിപൂർവം ചൊല്ലുന്നവർക്ക് ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. ഇത് ചൊല്ലുന്നവർക്ക് സകലവിധ തിന്മയുടെ ആക്രമണങ്ങളിൽ നിന്നും ഞാൻ സംരക്ഷണം വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ അവരുടെ പഞ്ചേന്ദ്രിയങ്ങളെ കോട്ടകെട്ടി സംരക്ഷിക്കും. ഞാൻ അവനെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും രക്ഷിക്കും. അവരുടെ മരണത്തിന് 12 മണിക്കൂർ മുമ്പ് എൻ്റെ തിരുരക്തം അവർ പാനം ചെയ്യുകയും തിരുശരീരം ഭക്ഷിക്കുകയും ചെയ്യും. മരണത്തിന് 24 മണിക്കൂർ മുൻപ് തങ്ങളുടെ പാപങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ മനസ്താപം ഉണ്ടാകുന്നതിനും അവയെക്കുറിച്ച് പൂർണ്ണമായ അറിവുണ്ടാകുന്നതിനും വേണ്ടി എൻ്റെ 5 തിരുമുറിവുകളെയും ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. ഇതുപയോഗിച്ച് നൊവേന ചൊല്ലുന്നവർക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടുകയില്ല. അവരുടെ പ്രാർത്ഥന ഉറപ്പായി കേൾക്കും. ഇതുവഴിയായി അനേകം അത്ഭുതങ്ങൾ ഞാൻ പ്രവർത്തിക്കും. ഇതിലൂടെ പല രഹസ്യ സമൂഹങ്ങളെയും ഞാൻ തകർക്കുകയും എൻ്റെ കരുണയാൽ അനേകം ആത്മാക്കളെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയും ചെയ്യും. ഇതുവഴിയായി അനേകം ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ഞാൻ മോചിപ്പിക്കും. ഈ ജപമാലയിലൂടെ എൻ്റെ തിരുരക്തത്തെ ബഹുമാനിക്കുന്ന ഏവരെയും എൻ്റെ വഴികളെ ഞാൻ പഠിപ്പിക്കും. എൻ്റെ തിരുരക്തത്തോടും തിരുമുറിവുകളോടും കരുണയുള്ളവരോട് ഞാനും കരുണ കാണിക്കും. ഈ പ്രാർത്ഥന മറ്റൊരാളെ പഠിപ്പിക്കുന്നവർക്ക് 4 വർഷത്തേക്ക് ദണ്ഡവിമോചനം ലഭിക്കുന്നതാണ്. കണ്ടോ, ഈശോയുടെ തിരുരക്ത ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നവർക്ക് എത്ര വലിയ അനുഗ്രഹങ്ങളാണ് ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്നതെന്ന്. ഈ ഒരു ജൂലൈ മാസം മുഴുവനും പറ്റുന്നവരൊക്കെ ഈശോയുടെ തിരുരക്ത ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കണേ. നാളത്തെ വീഡിയോയിൽ ഈശോയുടെ തിരുരക്ത ജപമാല തന്നെയായിട്ട് ഞാൻ ഉൾപ്പെടുത്താം. ഇനി വളരെ പ്രധാനപ്പെട്ട കുറച്ച് കൊച്ചു പ്രാർത്ഥനകൾ കൂടി ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. CNIയിലെ വിശുദ്ധ കാതറിൻ, വിശുദ്ധ ജെർദ്രൂദ് എന്നിവരൊക്കെ തിരുരക്തത്തോട് അഗാധമായ ഭക്തി പുലർത്തിയിരുന്നു. വിശുദ്ധ ജെർദ്രൂദിൻ്റെ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നിത്യപിതാവേ, ഇന്നേ ദിവസം ലോകമാസകലം അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിൽ അങ്ങേക്കായി സമർപ്പിക്കപ്പെടുന്ന അങ്ങേ തിരുക്കുമാരൻ്റെ വിലയേറിയ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ സകല ആത്മാക്കൾക്കും ലോകത്തിലെ എല്ലാ പാപികൾക്കും സാർവത്രിക സഭയിലെയും എൻ്റെ കുടുംബത്തിലെയും പാപികൾക്കുമായി ഞാൻ കാഴ്ചവെക്കുന്നു. ഈ പ്രാർത്ഥന ഇടയ്ക്കൊക്കെ ചൊല്ലുന്നത് ഒത്തിരി നല്ലതാണ്. അതുപോലെ തിരുരക്തത്തോടുള്ള ഭക്തി മരണാസന്നർക്ക് പ്രത്യേകമാംവിധം ഫലപ്രദമാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. ആസന്ന മരണർക്ക് ദൈവകരുണ യാചിച്ചുകൊണ്ടുള്ള ഒരു ശക്തമായ പ്രാർത്ഥനയുണ്ട്. അതും കൂടി ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരണാസന്നരായി കിടക്കുമ്പോൾ അവരുടെ അരികിലിരുന്ന് നമുക്ക് ചൊല്ലാവുന്ന ഒരു പ്രാർത്ഥനയാണ്. അതിശക്തമായൊരു പ്രാർത്ഥനയാണ്. ഇതൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ ഈ വീഡിയോ സൂക്ഷിച്ചു വെക്കുകയൊക്കെ ചെയ്താൽ മതി. പ്രാർത്ഥന ഇങ്ങനെയാണ്: ഓ എത്രയും കാരുണ്യവാനായ ഈശോയെ, ആത്മാക്കളെ സ്നേഹിക്കുന്നവനെ, അങ്ങയുടെ പരിശുദ്ധ ഹൃദയത്തിൻ്റെ തീവ്രവേദനയാൽ അങ്ങയുടെ അമലോത്ഭവ മാതാവിൻ്റെ വ്യാകുലങ്ങളാൽ ഇപ്പോൾ മരണവേദനയിലായിരിക്കുന്നതും ഇന്ന് മരിക്കുന്നതുമായ എല്ലാ പാപികളെയും അങ്ങയുടെ സ്വന്തം രക്തം കൊണ്ട് കഴുകണമേ. ആമേൻ. ഇതും നമുക്ക് എല്ലാ ദിവസവും മരണാസന്നരായി കഴിയുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി മറ്റൊരു ലഘു പ്രാർത്ഥന ഇപ്രകാരമാണ്: മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കരുണയായിരിക്കണമേ. ഈ പ്രാർത്ഥന എൻ്റെ വല്യമ്മച്ചി എപ്പോഴും ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇതും നമുക്കൊരു സുഹൃത ജപം പോലെ ഇടയ്ക്കിടയ്ക്ക് ചൊല്ലി പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ്. മരണവേദന അനുഭവിച്ച ഈശോയുടെ തിരുഹൃദയമേ, മരിക്കുന്നവരുടെ മേൽ കരുണയായിരിക്കണമേ.
തിരുരക്തം മരണസമയത്ത് മാത്രമല്ല, ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മുടെ കോട്ടയും പരിചയമായിരിക്കണം. ഓരോ ദിവസവും നാം നമ്മെ തന്നെ യേശുവിൻ്റെ അമൂല്യമായ രക്തത്തിന് പ്രതിഷ്ഠിക്കണം. അതുവഴിയായി നമ്മുടെ അവസാന മണിക്കൂറുകളിൽ നമുക്ക് നേരിടേണ്ടി വരുന്ന അന്തിമ പ്രലോഭനങ്ങളുടെ മുൻപിൽ അടിപതറാതെ പിടിച്ചു നിൽക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. തിരുരക്തത്തിൻ്റെ സംരക്ഷണത്തിനായി ഇടയ്ക്കിടെ ചൊല്ലാവുന്ന ഒരു കുഞ്ഞു സുഹൃത ജപം കൂടിയുണ്ട്. അത് ഓർത്തുവെക്കുന്നത് നല്ലതായിരിക്കും. അതിങ്ങനെയാണ്: ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. ഒന്നുകൂടെ പറയാം: ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തമേ, ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ. നമ്മുടെ ജീവിതത്തിലെ അവസാന 3 മണിക്കൂറുകൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യത്തിലൂടെ യേശുവിൻ്റെ തിരുരക്തത്തിന് സമർപ്പിക്കുന്ന ഒരു വിശിഷ്ടമായ പ്രാർത്ഥനയെക്കുറിച്ച് പലർക്കും അറിയില്ല. നമ്മുടെ കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് നമ്മുടെ അവസാന മണിക്കൂറുകളും പിതാവായ ദൈവത്തിന് പരിശുദ്ധ അമ്മയുടെ മാതൃഹൃദയത്തിലൂടെ സമർപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതും വളരെ ശക്തമായൊരു പ്രാർത്ഥനയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ അവസാന 3 മണിക്കൂറുകൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യത്തിലൂടെ യേശുവിൻ്റെ തിരുരക്തത്തിന് സമർപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയൊക്കെ നമുക്ക് എന്നും ചൊല്ലാവുന്ന മനോഹരമായ പവർഫുൾ ആയിട്ടുള്ള ചെറിയ പ്രാർത്ഥനകളാണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ്. പ്രാർത്ഥന ഇങ്ങനെയാണ്: ഓ വ്യാകുലം നിറഞ്ഞ അമ്മേ, യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ അങ്ങ് എങ്ങനെയാണോ നിന്നത്, അതേ സ്നേഹത്തോടുകൂടെ എൻ്റെ അന്ത്യനിമിഷങ്ങളിൽ എൻ്റെ അരികിലും അങ്ങ് ഉണ്ടായിരിക്കണമേ. എൻ്റെ ജീവിതത്തിലെ അവസാന 3 മണിക്കൂറുകൾ ഞാൻ അങ്ങയുടെ മാതൃഹൃദയത്തിന് സമർപ്പിക്കുന്നു. ഈ 3 മണിക്കൂറുകൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവിൻ്റെ തീവ്രവേദനയോട് ചേർത്ത് നിത്യപിതാവിന് സമർപ്പിക്കണമേ. എൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി യേശുവിൻ്റെ അമൂല്യ രക്തം അങ്ങ് കാൽവരിയിൽ തൂകിയ കണ്ണീരിനോട് ചേർത്ത് നിത്യപിതാവിന് എല്ലായ്പ്പോഴും സമർപ്പിക്കണമേ. അതുവഴിയായി തികഞ്ഞ സ്നേഹത്തോടും പൂർണ്ണമായ അനുതാപത്തോടും കൂടി എൻ്റെ മരണത്തിന് മുൻപ് പരിശുദ്ധ കുർബാന സ്വീകരിക്കാനും അന്ത്യശ്വാസം വലിക്കുമ്പോൾ എൻ്റെ ആത്മാവിനെ യേശുവിൻ്റെ യഥാർത്ഥമായ സാന്നിധ്യത്തിലേക്ക് സമർപ്പിക്കാനും വേണ്ട കൃപ എനിക്ക് ലഭിക്കുമാറാകട്ടെ. ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ, എൻ്റെ മരണനേരത്ത് എന്നെ അങ്ങയുടെ തന്നെ കുഞ്ഞായി ഈശോയ്ക്ക് കൊടുക്കുക. എനിക്ക് വേണ്ടി യേശുവിനോട് പറയുക: മകനെ, താൻ ചെയ്തതെന്തെന്ന് ഇയാൾ അറിയുന്നില്ല, ഇയാളോട് ക്ഷമിക്കണമേ. ഈ ദിവസം ഇയാളെ നിന്റെ രാജ്യത്തിൽ ചേർക്കണമേ. ഈ നാളുകളിൽ സഭയിൽ ആകമാനം യേശുവിൻ്റെ തിരുരക്തത്തോടുള്ള ഭക്തി വർദ്ധിച്ചു വരുന്നുണ്ട്. അതിനൊരു കാരണം നൈജീരിയയിലെ ബർണബാസ് നോയെ എന്ന ചെറുപ്പക്കാരന് കിട്ടിയ സന്ദേശങ്ങളാണ്. 1995 നൈജീരിയയിലെ ഓലോ എന്ന സ്ഥലത്ത് വെച്ചാണ് ബർണബാസ് എന്ന 17 വയസ്സുകാരന് യേശു ആദ്യമായി സന്ദേശം കൊടുക്കുന്നത്. അപ്പോൾ യേശു ബർണബാസിനോട് ആവശ്യപ്പെട്ടത് തൻ്റെ അമൂല്യമായ തിരുരക്തത്തെ ആരാധിക്കാനും തിരുരക്തത്തിനെതിരെ ചെയ്യപ്പെടുന്ന എല്ലാ അതിക്രമങ്ങൾക്കും നിന്ദനങ്ങൾക്കും വേണ്ടി തന്നെ സമാശ്വസിപ്പിക്കാനും ആയിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിലും ബർണബാസിന് ലഭിച്ചുകൊണ്ടിരുന്ന സന്ദേശങ്ങൾ പ്രചരിച്ചതോടെ തിരുരക്തഭക്തി കൂടുതൽ വ്യാപകമായി. നാം ഇന്നറിയുന്ന തരത്തിലുള്ള തിരുരക്തഭക്തി പരിശുദ്ധ അമ്മയുടെ ജപമാലയ്ക്ക് ശേഷം ചൊല്ലേണ്ട തിരുരക്ത ജപമാലയും അതിനെ തുടർന്നുള്ള പ്രാർത്ഥനകളും ചേർന്നതാണ്. തിരുരക്ത ജപമാല എന്നത് യേശുവിൻ്റെ 5 തിരുമുറിവുകളുടെ രഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ടുള്ള ജപമാലയാണ്. ഇത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജപമാലയ്ക്ക് ശേഷം ചൊല്ലണമെന്ന യേശു ബർണബാസിനോട് പറയുകയുണ്ടായി. ഈ ജപമാല പ്രാർത്ഥന സഭ അംഗീകരിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥന കൂടിയാണ്. പരമ്പരാഗതമായി തന്നെ ജൂലൈ മാസം തിരുരക്തഭക്തിയുടെ മാസമായി കരുതിപ്പോരുന്നു. തിരുരക്തത്തിൻ്റെ തിരുനാൾ സഭയിൽ ആചരിക്കപ്പെടുന്നത് ജൂലൈ 1-നാണ്. നമ്മുടെ ആത്മാക്കളുടെ മറുവിലയായി യേശു കൊടുത്തത് അവിടുത്തെ അമൂല്യമായ തിരുരക്തമാണ്. അത് നാം പാഴാക്കി കളയരുത്. വലിയ തീക്ഷ്ണതയോടെ തിരുരക്തഭക്തി ആചരിച്ചിരുന്ന വിശുദ്ധരുടെയും മിസ്റ്റിക്കുകളുടെയും മാതൃക പിന്തുടർന്ന് നാമും
തിരുരക്തത്തിൻ്റെ സംരക്ഷണം ചോദിച്ചു വാങ്ങണം. അന്തിമ യുദ്ധത്തിൽ നമ്മുടെ ഉറപ്പായ ശരണമാണ് നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ തിരുരക്തമെന്ന ഉറച്ച ബോധ്യത്തോടെ നമുക്കും CNAയിലെ വിശുദ്ധ ഖാദറിനോടൊപ്പം പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ അമൂല്യമായ തിരുരക്തമേ, ദൈവകരുണയുടെ സാഗരമേ, ഞങ്ങളുടെ മേൽ ഒഴുകണമേ. യേശുവിൻ്റെ അമൂല്യമായ തിരുരക്തമേ, ഏറ്റവും പരിശുദ്ധമായ അർപ്പണമേ, സകല കൃപകളും ഞങ്ങൾക്കായി വാങ്ങിത്തരണമേ. യേശുവിൻ്റെ അമൂല്യമായ തിരുരക്തമേ, പാപികളുടെ പ്രത്യാശയും സങ്കേതവുമേ, ഞങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യണമേ. യേശുവിൻ്റെ അമൂല്യമായ തിരുരക്തമേ, വിശുദ്ധാത്മാക്കളുടെ ആനന്ദമേ, ഞങ്ങളെ അങ്ങയിലേക്ക് അടുപ്പിക്കണമേ. ആമേൻ.